PSCയുടെ ഏത് ലെവൽ പരീക്ഷയായാലും അതിൽ വേൾഡ് ഹിസ്റ്ററി ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ഭാഗങ്ങളാണ് വിപ്ലവങ്ങൾ. ഇന്ന് നമ്മൾ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ആഡംബര ജീവിതവും മതപീഡനവും കാരണം സാധാരണക്കാർ വളരെ ബുദ്ധിമുട്ടി. ജെയിംസ് ഒന്നാമന്റെയും ചാൾസ് ഒന്നാമന്റെയും കാലഘട്ടത്തിൽ ഇവരുടെ ഭരണത്തിനെതിരെ ഒരു മധ്യവർഗം ഉയർന്നുവന്നു. അഭ്യസ്തവിദ്യരായ ഈ മധ്യവർഗം ഒലിവർ ക്രോംവെല്ലിന്റെ നേതൃത്വത്തിൽ ഭരണമാറ്റമുണ്ടാക്കി. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും ധൂർത്തരായ രാജാക്കന്മാർ തന്നെ അധികാരത്തിലെത്തി. 1688 മേരിയും വില്യവും ഇംഗ്ലണ്ടിന്റെ ഭരണം ഏറ്റെടുക്കുന്നതിലൂടെ ഇംഗ്ലണ്ട് പുതിയ ഭരണരീതിയിലേക്ക് മാറി. ഇതിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നോക്കാം. ഇംഗ്ലണ്ടിലെ വിപ്ലവം നടന്ന കാലഘട്ടം 17-ാം നൂറ്റാണ്ട്. 17-ാം നൂറ്റാണ്ടിലാണ് ഇംഗ്ലണ്ടിലെ വിപ്ലവം നടന്ന കാലഘട്ടം. പ്യൂരിറ്റൻ വിപ്ലവം, കൊട്ടാരം വിപ്ലവം, മഹത്തായ വിപ്ലവം, രക്തരഹിത വിപ്ലവം എന്നൊക്കെ ഇതറിയപ്പെട്ടു. പ്യൂരിറ്റൻ വിപ്ലവം, കൊട്ടാരം വിപ്ലവം, മഹത്തായ വിപ്ലവം, രക്തരഹിത വിപ്ലവം എന്നൊക്കെ ഇതറിയപ്പെട്ടു. ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശങ്ങളാണ് ട്യൂഡർ രാജവംശവും സ്റ്റുവർട്ട് രാജവംശവും. സ്റ്റുവർട്ട് രാജവംശവും ട്യൂഡർ രാജവംശവുമാണ് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശങ്ങൾ. രാജാധികാരം ദൈവദത്തമാണെന്നും ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല എന്നും പ്രഖ്യാപിച്ചത് ജെയിംസ് ഒന്നാമൻ. രാജാധികാരം ദൈവദത്തമാണെന്നും ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല എന്നും പ്രഖ്യാപിച്ചത് ജെയിംസ് ഒന്നാമൻ. ജെയിംസ് ഒന്നാമന് ശേഷം അധികാരത്തിൽ വന്നത് ചാൾസ് ഒന്നാമൻ. ജെയിംസ് ഒന്നാമന് ശേഷം അധികാരത്തിൽ വന്നത് ചാൾസ് ഒന്നാമൻ. 1928 പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത് ചാൾസ് ഒന്നാമൻ. 1928 പെറ്റീഷൻ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത് ചാൾസ് ഒന്നാമനാണ്. ചാൾസ് ഒന്നാമന്റെ നികുതി പരിഷ്കാരങ്ങൾ അറിയപ്പെട്ടത് ടണേജ് എന്നും പൗണ്ടേജ് എന്നുമാണ്. ടണേജ് എന്നും പൗണ്ടേജ് എന്നുമാണ് ചാൾസ് ഒന്നാമന്റെ നികുതി പരിഷ്കാരങ്ങൾ അറിയപ്പെട്ടത്. 1640 ചാൾസ് ഒന്നാമൻ വിളിച്ചു ചേർത്ത പാർലമെന്റ് അറിയപ്പെട്ടത് ലോങ് പാർലമെന്റ് എന്നാണ്. 1640 മുതൽ 1660 വരെ. പാർലമെന്റിൽ നിന്നും രാജാവിന്റെ അനുയായികളെ പുറത്താക്കാൻ കേണൽ തോമസ് പ്രൈഡിന്റെ നേതൃത്വത്തിൽ നടന്ന പാർലമെന്റ് ശുദ്ധീകരണം അറിയപ്പെട്ടത് പ്രൈഡ്സ് പർജ് എന്നാണ്. 1642 ന്യൂ മോഡൽ ആർമി രൂപീകരിച്ചത് ഒലിവർ ക്രോംവെൽ. 1642 ന്യൂ മോഡൽ ആർമി രൂപീകരിച്ചത് ഒലിവർ ക്രോംവെൽ ആണ്. ചാൾസ് ഒന്നാമനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി ഭരണം ഏറ്റെടുത്തത് ഒലിവർ ക്രോംവെൽ ആണ്. ഒലിവർ ക്രോംവെൽ ആണ് ചാൾസ് ഒന്നാമനെ അധികാരത്തിൽ നിന്നും പുറത്താക്കി ഭരണം ഏറ്റെടുത്തത്. ഒലിവർ ക്രോംവെല്ലിന്റെ ഭരണകാലഘട്ടം കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെട്ടു. കോമൺവെൽത്ത് കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഒലിവർ ക്രോംവെല്ലിന്റെ ഭരണകാലഘട്ടമാണ്. പ്രൊട്ടക്ടറേറ്റ് എന്ന ഭരണ സംവിധാനം നടപ്പിലാക്കിയതും ഒലിവർ ക്രോംവെൽ ആണ്. ലോർഡ് പ്രൊട്ടക്ടർ എന്ന പേരിൽ അറിയപ്പെട്ടതും ഒലിവർ ക്രോംവെൽ ആണ്. ഒലിവർ ക്രോംവെല്ലിന് ശേഷം അനിശ്ചിതത്തിലായ ഇംഗ്ലണ്ടിന്റെ ഭരണം ഏറ്റെടുക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുത്തത് ചാൾസ് ഒന്നാമന്റെ മകനായ ചാൾസ് രണ്ടാമനെയാണ്. 1679 ഹേബിയസ് കോർപ്പസ് നിയമം കൊണ്ടുവന്നത് ചാൾസ് രണ്ടാമനാണ്. 1679 ഹേബിയസ് കോർപ്പസ് നിയമം കൊണ്ടുവന്നത് ചാൾസ് രണ്ടാമനാണ്. ചാൾസ് രണ്ടാമന് ശേഷം അധികാരത്തിലെത്തിയ ജെയിംസ് രണ്ടാമന്റെ ആഡംബര ജീവിതത്തിൽ ജനങ്ങൾ പൊറുതിമുട്ടി. ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിന്റെ മകൾ മേരി സെക്കൻഡിനെയും ഭർത്താവ് വില്യം മൂന്നാമനെയും ഇംഗ്ലണ്ടിലേക്ക് ക്ഷണിക്കുന്നു. ജെയിംസ് രണ്ടാമൻ ഓടിപ്പോയതിനെ തുടർന്ന് മേരി സെക്കൻഡും വില്യം തേർഡും രക്തച്ചൊരിച്ചിലില്ലാതെ അധികാരത്തിൽ വന്നു. രക്തരഹിത വിപ്ലവം നടന്നത് 1688. 1688 ബിൽ ഓഫ് റൈറ്റ്സിൽ ഒപ്പുവെച്ചത് മേരി സെക്കൻഡും വില്യം തേർഡുമാണ്. ഇംഗ്ലണ്ടിൽ നിയന്ത്രിത രാജവാഴ്ചയ്ക്ക് വഴി തെളിയിച്ചത് ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. ബിൽ ഓഫ് റൈറ്റ്സ് ആണ് ഇംഗ്ലണ്ടിൽ നിയന്ത്രിത രാജവാഴ്ചയ്ക്ക് വഴി തെളിയിച്ചത്. പാർലമെന്റുകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ഇംഗ്ലണ്ടാണ്. ചരിത്രത്തിലെ ആദ്യ പ്രധാനമന്ത്രി റോബർട്ട് വാൾപോൾ 1721 ഇംഗ്ലണ്ടിലാണ്. അദ്ദേഹമാണ് ക്യാബിനറ്റ് സിസ്റ്റം കൊണ്ടുവരുന്നത്. തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി ഇംഗ്ലണ്ടിൽ ഉയർന്നുവന്ന പ്രസ്ഥാനമാണ് ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം. ചാർട്ടിസ്റ്റ് പ്രസ്ഥാനമാണ് തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനായി ഇംഗ്ലണ്ടിൽ ഉയർന്നുവന്ന പ്രസ്ഥാനം. റണ്ണിമേഡ് മൈതാനത്ത് വെച്ച് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച രാജാവാണ് ജോൺ രണ്ടാമൻ. റണ്ണിമേഡ് മൈതാനത്ത് വെച്ച് മാഗ്ന കാർട്ടയിൽ ഒപ്പുവെച്ച രാജാവാണ് ജോൺ രണ്ടാമൻ. അയൺ ഡ്യൂക്ക് എന്ന അപരനാമത്തിൽ വിശേഷിക്കപ്പെട്ടത് ആർതർ വെല്ലസ്ലി. അയൺ ഡ്യൂക്ക് എന്ന അപരനാമത്തിൽ വിശേഷിക്കപ്പെട്ടത് ആർതർ വെല്ലസ്ലി. വനിതകളുടെ വോട്ടവകാശത്തിന് വേണ്ടി ബ്രിട്ടനിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സഫ്രാഗേറ്ററി പ്രസ്ഥാനം. വനിതകളുടെ വോട്ടവകാശത്തിന് വേണ്ടി ബ്രിട്ടനിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് സഫ്രാഗേറ്ററി പ്രസ്ഥാനം.
വ്യവസായവൽക്കരണത്തിലൂടെ തൊഴിലില്ലായ്മ നേരിടാൻ കരകൗശല തൊഴിലാളികൾ ആരംഭിച്ച പ്രസ്ഥാനമാണ് ലുഡറ്റ് അല്ലെങ്കിൽ ലുഡ്. ലുഡറ്റ് അല്ലെങ്കിൽ ലുഡ് വ്യവസായവൽക്കരണത്തിലൂടെ തൊഴിലില്ലായ്മ നേരിടാൻ കരകൗശല തൊഴിലാളികൾ ആരംഭിച്ച പ്രസ്ഥാനമാണ്. ദ കാൻറ്റർബറി ടെയിൽസ് രചിച്ചത് ജെഫ്രി ചോസർ. ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ പിതാവാണ് ജെഫ്രി ചോസർ. ബ്രിട്ടനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ. ബ്രിട്ടനിലെ ആദ്യ പ്രധാനമന്ത്രി മാർഗരറ്റ് താച്ചർ ഉരുക്കു വനിത എന്നും അറിയപ്പെട്ടു. സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ. സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് റോബർട്ട് ഓവൻ. എലിസബത്ത് സെക്കൻഡിന് ശേഷം മകൻ ചാൾസ് മൂന്നാമനാണ് ഇപ്പോൾ UK രാജാവ്. ഇത്രയുമാണ് പ്രധാനപ്പെട്ട പോയിന്റ്സ്. താങ്ക് യു.